മഴ കാരണം പിള്ളേർക്ക് അവധി കൊടുത്തപ്പോഴുണ്ടല്ലോ ഈ നിമിഷം വരെ ഇവിടെ മഴ പെയ്തിട്ടില്ല കേട്ടാ. അതുകൊണ്ട് ഞാൻ നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങി സാവകാശം എഴുന്നേറ്റ് ഇതേ ഒരു ചായ ഇട്ട് കുടിക്കാനായിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടാ ആ സൈഡിൽ നിന്ന് വീഡിയോ എടുത്താൽ ഞാൻ ഒന്നും അറിയാത്ത പോലെ ആ ചായ കുടിച്ചോളാന്ന്. കൂട്ടിന് ദേ മിക്കിക്കുട്ടനും ഉണ്ട് കേട്ടോ. അപ്പൊ അതേ വെയിൽ കണ്ട പാടെ തന്നെ ഞാൻ 2 ദിവസം അലക്കിയിട്ട തുണി ഇതുവരെ ഉണങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അത് കൊണ്ടുവന്ന് ആദ്യം തന്നെ വിരിച്ചിട്ട് കേട്ടാ. എന്നിട്ട് നമുക്ക് രാവിലത്തെ പരിപാടിയിലോട്ട് കിടക്കാം. അപ്പൊ ആദ്യം തന്നെ ദേ കഞ്ഞിക്ക് വെള്ളം വെച്ചിട്ടുണ്ട്, ഒപ്പം അരിയും കഴുകിയിടാം. അപ്പൊ അത് അവിടെ നിന്ന് തിളക്കട്ടെ. അപ്പൊ ഞാൻ രാവിലത്തേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടയും പാലും ഉണ്ടാക്കാന്നാണ് കരുതിയേക്കണത്. അത് നല്ല പഴമിട്ട ഉണ്ട. അപ്പോൾ അതേ അരിപ്പൊടിക്കകത്തോട്ട് കുറച്ച് തേങ്ങയും 2 നല്ല പഴുത്ത ഏത്തപ്പഴവും കൂടെ അരിഞ്ഞിടുന്നുണ്ട്. പിന്നെ മധുരത്തിന് ഒരു ഇച്ചിരിക്കോളം പഞ്ചസാരയും ഉപ്പും വെള്ളമൊക്കെ ഇട്ട് നമുക്ക് നല്ലപോലെ കുഴച്ചെടുക്കാം. നമ്മൾ പുട്ടിരി പൊടി നനക്കൂലേ, അതിനേലും ഒരു ഇച്ചിരി കൂടെ നനച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് ഇതേപോലെ ഉണ്ട പിടിച്ച് നമുക്ക് ഇഡ്ഡലി ചെമ്പിൽ വെച്ചിട്ട് ആവി കയറ്റി എടുക്കാം കേട്ടോ. ഇതിപ്പോ തേങ്ങാപ്പാൽ വേണമെന്ന് യാതൊരുവിധ നിർബന്ധവും ഇല്ല കേട്ടോ. കട്ടൻ ചായയുടെ കൂടെ കടിച്ച് തിന്നാനും നല്ല ടേസ്റ്റ് ആണ്. അതുപോലെ നമ്മൾ പഴം ഇട്ടുണ്ടാക്കിയെടുത്ത ഉണ്ടയല്ലേ, പിന്നെ അത്യാവശ്യത്തിന് മധുരവും ചേർത്തിട്ടുണ്ട്. അങ്ങനെ ദേ ഉണ്ടയെല്ലാം അടുപ്പത്താക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് അവിടെ ഇരുന്ന് വേവട്ടെ. അപ്പൊ ആ നേരം കൊണ്ട് എന്റെ കഞ്ഞി തിളച്ച് പോയെന്നേ. അങ്ങനെ ഞാൻ അതിറക്കി തെർമൽ കുക്കറിൽ വെച്ചിട്ടുണ്ടേ. പിന്നെ ദേ തേങ്ങാപ്പാൽ അടിക്കാൻ വേണ്ടിയിട്ട് ചേട്ടൻ സഹായിച്ചു കേട്ടോ. വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ എപ്പോഴും മിക്സിയുടെ ജാറില്ലേ, നമ്മുടെ മിക്സിയുടെ ജാറിന്റെ മൂടിയുടെ റബ്ബർ കുറച്ച് ലൂസാണ്. അപ്പോൾ ഞാൻ അതെത്ര പ്രസ് ചെയ്ത് പിടിച്ചാലും ഇങ്ങോട്ട് തെറിച്ച് പോരും കേട്ടോ. പലതവണ എൻ്റെ തലയിലോട്ടൊക്കെ വീണിട്ടുണ്ടെന്നേ. അപ്പോൾ ചേട്ടനുള്ള സമയത്ത് ഞാൻ ചേട്ടനെ കൊണ്ട് ചെയ്യിപ്പിക്കും കേട്ടോ. പിന്നെ ദേ 2 ഏലക്കയുടെ കുരു ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ തേങ്ങ അടിച്ച് പിഴിഞ്ഞവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതേ പുതിയ ശീലങ്ങളൊക്കെ തുടങ്ങിയിട്ട് ഞാനൊരു പുതിയ ടവലൊക്കെ വാങ്ങിയിട്ടുണ്ട് അടുക്കളയിൽ നമ്മുടെ കൈയൊക്കെ തുടക്കാൻ വേണ്ടിയിട്ട്. വേറൊന്നും അല്ലട്ടോ, ഞാൻ എപ്പോഴും അടുക്കളയിൽ പണി ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അപ്പടിയും നമ്മുടെ കൈ നനയുമല്ല. കൈ നനയുമ്പോഴത്തേക്കും ഞാൻ എന്ത് ചെയ്യും, എളുപ്പ വഴിക്ക് ഉടുപ്പെ കൊണ്ട് തേച്ച് വെക്കും. അങ്ങനെ തേച്ച് ആ തേച്ച ഭാഗം മുഴുവനും കരിമ്പനാണ് കേട്ടോ. അപ്പം ഞാൻ കരുതി ഇത്തിരി നല്ല ശീലങ്ങളൊക്കെ തുടങ്ങാമെന്ന്. അങ്ങനെ ഉണ്ടയും പാലും ആയപ്പോഴത്തേക്കും ആദ്യം തന്നെ നമ്മുടെ മക്കൾക്കും ചേട്ടനും അപ്പനും ഒക്കെ കഴിക്കാൻ കൊടുത്തു കേട്ടാ. അത് കഴിഞ്ഞ് ഞാൻ ആദ്യം ഇട്ട തുണിയില്ലേ, അത് നല്ല വാടി കിടക്കണ തുണിയായിരുന്നു. ഒന്ന് വെയിൽ കൊണ്ടാൽ മതിയായിരുന്നു കേട്ടോ, പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടിയായിരുന്നു. അങ്ങനെ അത് എടുത്ത് ആദ്യം മാറ്റിയിട്ട് പിന്നീട് അലക്കിയ തുണി കൊണ്ട് വിരിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ വന്ന് ഭക്ഷണം കഴിച്ചു. ഇനി എൻ്റെ സമയമാണ് കേട്ടോ. അതെ, തലയിൽ കുറച്ച് എണ്ണയൊക്കെ ചൂടാക്കിയിട്ട് തേച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ മോന്തക്കുള്ള ബ്രൂട്ടീഷൻ ചെയ്യാൻ വേണ്ടി പോണേണ് കേട്ടോ. വേറെ ഒന്നുമല്ല, അതേ തൈരും കുറച്ച് അരിപ്പൊടിയും കൂടെ തേച്ച് അങ്ങോട്ട് ഉരച്ച് മോന്ത അങ്ങോട്ട് വെളുപ്പിക്കും. ഇത് ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ ചെയ്യണ കാര്യങ്ങളാണ്. ഇപ്പോൾ ഇത് കുറേ നാളായിട്ട് ചെയ്തിട്ട് സത്യം പറയാലോ. ഇനി ഇതങ്ങോട്ട് തേച്ച് കഴുകി കളഞ്ഞു വെച്ച് ഞാനൊരു ഫേസ് പാക്ക് ഇടും കേട്ടോ. വേറെ ഒന്നും അല്ല, കുറച്ച് കടലപ്പൊടിയും തക്കാളിയുടെ നീരും കൂടെ അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കും. അപ്പോൾ കുറേ പേര് പറയും കുറച്ച് മൈദയും റവയും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയൊക്കെ എടുക്കുന്നത് പറ. അതെ, എന്നെ കണ്ടിട്ട് മിക്ക വരെ പേടിച്ച് പോയി കേട്ടോ. അപ്പോഴേ നമ്മുടെ ഗ്യാസ് വന്നിട്ടുണ്ട്. അപ്പോൾ എന്നോട് കുറേ പേര് ചോദിക്കും, ചേച്ചി നിങ്ങൾക്ക് എത്ര നാൾ ഗ്യാസ് നിൽക്കുമെന്ന്. എനിക്കൊരു 1.5 മാസമൊക്കെ ആയിട്ടാ കഷ്ടിച്ച്. അപ്പോൾ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് സൗന്ദര്യം നോക്കാൻ വേണ്ടിയിട്ട് ചേട്ടൻ അടുക്കളയുടെ ബാക്കിൽ ഒരു കണ്ണാടി വെച്ച് തന്നിട്ടുണ്ട്. ഞാൻ അവിടെ ഉണ്ട് ഇടയ്ക്ക് പോയി ഇങ്ങനെ സൗന്ദര്യമൊക്കെ നോക്കി